സോളാർ ചട്ടങ്ങൾ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. 2030 വരെയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ചട്ടങ്ങളുടെ കാലാവധി. ഇതനുസരിച്ച് പുതിയ ബിൽഡിംഗ് രീതി 2026 ജനുവരി 1 മുതൽ നിലവിൽ വരാനിരിക്കുന്നു. ബാറ്ററി സ്റ്റോറേജ് സംബന്ധിച്ചാണ് ആദ്യം പറയാനുള്ളത്. ഇനി മുതൽ ആർക്കൊക്കെയാണ് ബാറ്ററി നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നറിയണ്ടേ? എല്ലാവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ബാറ്ററിയെ കുറിച്ചാണ്. അതുകൊണ്ട് അതേപ്പറ്റി തന്നെ ആദ്യം പറയാം. വീടുകളിൽ, അതായത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് നിലവിൽ 10 കിലോ വാട്ട് വരെ സോളാർ പ്ലാന്റുകൾക്ക് ബാറ്ററി ഇല്ലാതെ തന്നെ നെറ്റ് മീറ്ററിംഗ് തുടരാമെന്നാണ് ഉത്തരവ്. എന്നാൽ 10 മുതൽ 15 കിലോ വാട്ട് വരെ ഉള്ളവർക്ക് 10%, 15 കിലോ വാട്ടിന് മുകളിൽ 20% ബാറ്ററി സ്റ്റോറേജ് ഇനി നിർബന്ധമാണ്. ഒരു മുന്നറിയിപ്പ് അറിയിക്കാനുള്ളത്, 2027 ഏപ്രിൽ 1 ശേഷം വരുന്ന പുതിയ പ്ലാന്റുകൾക്ക് 5 കിലോ വാട്ടിന് മുകളിൽ തന്നെ ബാറ്ററി നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് വേണ്ടിവരും. വ്യവസായം, കാർഷികം, അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയവയെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളാണ് ഇനി പറയാനുള്ളത്. വ്യവസായ സംരംഭങ്ങൾക്ക് 500 കിലോ വാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് ലഭിക്കും. ഇതിൽ 25 കിലോ വാട്ട് വരെ ബാറ്ററി ആവശ്യമില്ല. 25 കിലോ വാട്ട് മുതൽ 100 കിലോ വാട്ട് വരെ 10% ബാറ്ററിയും, 100 കിലോ വാട്ട് മുതൽ 500 കിലോ വാട്ട് വരെ 20% ബാറ്ററിയും വേണം. കാർഷിക മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ 3000 കിലോ വാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് അനുവദിക്കുമെന്നാണ് അറിയുന്നത്. അപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചാണെങ്കിൽ കോമൺ ഏരിയ ആവശ്യങ്ങൾക്കായുള്ള 500 കിലോ വാട്ട് വരെയും നെറ്റ് മീറ്ററിംഗ് ലഭിക്കും. പുതിയ നിരക്കുകളും ബില്ലിങ്ങും എങ്ങനെയാണെന്ന് ഇനി അടുത്തതായി പറയാം. വൈദ്യുതി നിരക്കുകളിലും മാറ്റമുണ്ട്. രാത്രികാലത്ത് ബാറ്ററിയിൽ നിന്ന് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് 7.5 രൂപയും ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് നൽകുന്നതിന് 10 രൂപയും ലഭിക്കും. ശ്രദ്ധിക്കുക, സോളാർ വൈദ്യുതിയുടെ സെറ്റിൽമെന്റ് ഇനി ഒക്ടോബറിന് പകരം ഏപ്രിൽ 1 അതൊരു പ്രത്യേക മാറ്റം തന്നെയാണ്. സെറ്റിൽമെന്റ് മാസം ഒക്ടോബർ എന്നത് ഏപ്രിലാക്കി മാറ്റിയിരിക്കുന്നു. അവിടെ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. വേനൽക്കാലത്ത് അധിക വൈദ്യുതി ഉപയോഗിക്കുന്നതിന്റെ ഗുണം ഇനി ലഭിച്ചേക്കില്ല. വർഷാവസാനം മിച്ചം വരുന്ന വൈദ്യുതിക്ക് പഴയ ഉപഭോക്താക്കൾക്ക് 3.8 രൂപയും പുതിയവർക്ക് 2.79 രൂപയും മാത്രമാണ് ലഭിക്കുക. 10 കിലോ വാട്ടിന് മുകളിലുള്ളവർ ഗ്രിഡിൽ നിന്ന് അധിക വൈദ്യുതി എടുത്താൽ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഇനി മുതൽ നൽകേണ്ടി വരും. വിർച്വൽ നെറ്റ് മീറ്ററിംഗ്, വെഹിക്കിൾ ടു ഗ്രിഡ് തുടങ്ങിയ പുതിയ സംവിധാനങ്ങളും ഈ റെഗുലേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.